നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം രാശിക്കാരെ, ഓഗസ്റ്റ് 9 മുതൽ 16 വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഷയം ഈ ആഴ്ചയിൽ പുതിയ വഴിത്തിരിവിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും ജോലി, ബിസിനസ് മേഖലയിലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നിങ്ങളെ തേടിയെത്താം. ആഴ്ചയുടെ തുടക്കത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് അവസരങ്ങൾ തുറക്കുമ്പോൾ മറുഭാഗത്ത് ചിലരുടെ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ സൂചന കാണുന്നത്. ഓഗസ്റ്റ് 9 മുതൽ 16 വരെ ഉള്ള ഈ ആഴ്ചയിൽ കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ മുന്നോട്ടു പോകാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും ചലിച്ചു തുടങ്ങുന്നതാണ്. ജോലി സംബന്ധമായ ഒരു തീരുമാനം കാത്തിരുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. നിലവിലെ ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കാൻ അതിനോടൊപ്പം അംഗീകാരം ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അമിതമായ പ്രതികരണം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഈ വാരം വന്നു ചേരും. അതിനെ വേഗത്തിൽ സ്വന്തമാക്കുന്നത് പകരം ക്ഷമയോടെ മുന്നോട്ടു പോകുന്നതാണ് കൂടുതൽ ഗുണകരം. ബിസിനസ് ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. പഴയൊരു ഉപഭോക്താവിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ വീണ്ടും ഒരു അവസരം ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാം. വലിയ നിക്ഷേപം ഒരുമിച്ച് നടത്തുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുമാത്രം വിശ്വസിച്ച് പണം കൈമാറുന്നത് ഒഴിവാക്കുന്നതാണ് ഈ വാരം നല്ലത്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് പതുക്കെ ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. വരുമാനം ലഭിക്കുന്ന വഴികൾ ഒന്നിലധികം ആകാനുള്ള സാധ്യത കാണുന്നു. നേരത്തെ കൊടുത്ത പണം തിരികെ ലഭിക്കാനോ പ്രതീക്ഷിക്കാത്ത ഒരു തുക കയ്യിലെത്താനോ ഈ വാരം സാധ്യത കാണുന്നു. എന്നാൽ അതോടൊപ്പം ചെലവുകളും വർദ്ധിക്കാം. പ്രത്യേകിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്കും യാത്രകൾക്കും പെട്ടെന്നുള്ള ചെലവുകൾക്കും പണം മാറ്റിവെക്കേണ്ടി വരാം. കടബാധ്യത ഉള്ളവർക്ക് അതിൽ ഒരു ഭാഗം കുറയ്ക്കാൻ അവസരം ലഭിക്കുന്നതായി കാണുന്നു. പുതിയ വായ്പ എടുക്കുന്നതിന് മുമ്പ് തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കാക്കേണ്ടതാണ്. നിക്ഷേപ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകേട്ട് തീരുമാനം എടുക്കാതെ സ്വയം പരിശോധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ ഈ ആഴ്ച ചില നല്ല മാറ്റങ്ങൾ കാണാം. വീട്ടിൽ ഏറെ നാളായി സംസാരിക്കാതെ കിടന്നിരുന്ന ഒരു വിഷയം വീണ്ടും ചർച്ചയാകാം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വലിയ പ്രശ്നമായി മാറേണ്ട സാഹചര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ കുടുംബ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാകും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമായി വരാം. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സഹായം ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. വിവാഹിതരായ കർക്കിടകം രാശിക്കാർക്ക് പങ്കാളിയുമായി കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങളോ കുടുംബത്തിലെ ചില തീരുമാനങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു വാക്കുപോലും വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാൻ സാധ്യത കാണുന്നു. പരസ്പരം തുറന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചന വരാൻ സാധ്യത കാണുന്നു. നേരത്തെ വന്നിരുന്ന ആലോചന വീണ്ടും പരിഗണിക്കപ്പെടാനും സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ള ആളുകൾക്ക് ഈ ആഴ്ച നിർണായകമായ ചില സംഭാഷണങ്ങൾ ഉണ്ടാകാം.
നിങ്ങളെക്കുറിച്ച് ഒരാൾക്കുണ്ടായിരുന്ന സംശയം മാറാനുള്ള സാഹചര്യം വരാം. പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അകന്നു നിൽക്കുന്നവർക്ക് വീണ്ടും സംസാരിക്കാനുള്ള അവസരം ഈ വാരം ലഭിക്കാം. ബന്ധത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ആഴ്ച കൂടുതൽ അടുപ്പം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കേണ്ട ആഴ്ചയാണ്. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കും. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടുത്താതെ ഒരു നിശ്ചിത സമയം പാലിച്ചാൽ ഈ ആഴ്ച പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഫലം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്ക ഒന്നും കാണുന്നില്ലെങ്കിലും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം അവഗണിക്കരുത്. ജോലി സംബന്ധമായ ചിന്തകൾ മനസ്സിൽ അധികമായി കൊണ്ടു നടക്കുന്നത് ക്ഷീണം ഉണ്ടാക്കാം. വെള്ളം മതിയായി കുടിക്കുക, ഭക്ഷണ സമയത്തിൽ ശ്രദ്ധിക്കുക, ഉറക്കത്തിന് പ്രാധാന്യം നൽകുക, ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക ഈ ആഴ്ച പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നതാണ്. ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിൽ കാര്യങ്ങൾ അല്പം പതുക്കെ മുന്നോട്ട് പോകുന്നുവെന്ന് തോന്നാം. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല. ഓഗസ്റ്റ് 11 മുതൽ 13 വരെ ജോലി, സാമ്പത്തികം, ബന്ധങ്ങൾ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു ഫോൺ കോൾ, സന്ദേശം, വാർത്ത എന്നിവ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഓഗസ്റ്റ് 14 മുതൽ 16 വരെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസ്സിന് പകരുന്ന ബുദ്ധിയെ കൂടി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചാൽ നല്ല നേട്ടം സ്വന്തമാക്കാം. കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യം കൂട്ടാൻ കഴിയുന്ന പ്രധാന കാര്യം ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രാവിലെ പ്രാർത്ഥനയ്ക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുകയോ ശിവന് ജലധാര അർപ്പിക്കുകയോ ചെയ്യുന്നത് മനസ്സിന് സമാധാനം നൽകും. കഴിയുന്നവർ അർഹരായവർക്ക് ഭക്ഷണം നൽകുന്നതും ശുഭഫലം നൽകും. ഈ ആഴ്ചയിലെ ഭാഗ്യത്തിനും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ഭാഗ്യനിറം വെള്ളയും ഇളം മഞ്ഞയും. ഭാഗ്യ നമ്പർ 2, 7. ഈ ദിവസങ്ങളിൽ നിറങ്ങളിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുന്നവർക്ക് അത് ആത്മവിശ്വാസം നൽകുന്നതാണ്. കർക്കിടകം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ഉടൻ പിടിച്ചെടുക്കണം എന്നില്ല. ചില കാര്യങ്ങൾ ആദ്യം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ ബന്ധങ്ങളിലും ജാഗ്രത പാലിക്കുക. കാരണം ഈ ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത്രയും നാൾ കാത്തിരുന്നത് ഒരു കാരണമുണ്ടായിരുന്നു എന്ന്. ഈ ഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ബോക്സിൽ എഴുതൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.